JP സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് RC ബുക്ക് വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി നമ്മുടെ മൊബൈൽ നമ്പർ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റിയൊക്കെ തീർന്ന് നമ്മളൊരു പുക പരിശോധനാ കേന്ദ്രത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുന്ന സമയത്തായിരിക്കും നമ്മുടെ RCയുമായി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എന്ന വിവരം അറിയുന്നത്. ഇത് വളരെ സിമ്പിളായി നമ്മുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് RCയുമായി വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി നമ്മുടെ മൊബൈൽ നമ്പർ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിനായി ഗൂഗിളിൽ പരിവാഹൻ എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് കൊടുത്താൽ ലഭിക്കുന്ന സെർച്ച് റിസൾട്ടിൽ പ്രവേശിക്കുക. പരിവാഹൻ.gov.in എന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വിവരങ്ങൾ അവിടെ കാണുന്നുണ്ട്. രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വാഹൻ, സാരഥി എന്നിങ്ങനെ. ഈ രണ്ട് ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് RCയും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വാഹൻ, സാരഥി എന്നിങ്ങനെയാണ് രണ്ട് ഓപ്ഷൻ. ഇവിടെ ഞാൻ വാഹൻ എന്നതാണ് സെലക്ട് ചെയ്യുന്നത്. വാഹൻ എന്നതിന് താഴെ അതിൻ്റെ ഒരു ലിങ്ക് കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ലഭിച്ചിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഫോർ മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു പേജിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അതോടൊപ്പം ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, വാഹന രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ അഥവാ ഫിറ്റ്നസിൻ്റെ വാലിഡിറ്റി എത്ര കാലം വരെയുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം അവിടെ കൃത്യമായി എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ വാഹനത്തിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റിനുള്ള നമ്പറാണ് ഇവിടെ ചോദിക്കുന്നത്. KL എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്ന, നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ KL എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹന രജിസ്ട്രേഷൻ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. വാഹന രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ചേസിസ് നമ്പറാണ്. ചേസിസ് നമ്പർ ഫുള്ളായും നമുക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ചേസിസ് നമ്പർ എന്ന് പറഞ്ഞ് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നമ്പറുണ്ട്. അതെങ്ങനെയാണോ അതുപോലെ തന്നെ അവിടെ കൃത്യമായി എൻ്റർ ചെയ്യുക. ചേസിസ് നമ്പർ എൻ്റർ ചെയ്തതുപോലെ തന്നെ എൻജിൻ നമ്പറും നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ നോക്കിക്കൊണ്ട് കൃത്യമായി ഫിൽ ചെയ്യുക. ചേസിസ് നമ്പറും എൻജിൻ നമ്പറും എൻ്റർ ചെയ്തിരിക്കുകയാണ്. തുടർന്ന് രജിസ്ട്രേഷൻ ഡേറ്റ് ആണ് ചോദിക്കുന്നത്. രജിസ്ട്രേഷൻ ഡേറ്റ് എൻ്റർ ചെയ്ത ശേഷം വാലിഡിറ്റി ആണ് തൊട്ടടുത്ത കോളത്തിൽ ചോദിക്കുന്നത്. രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വിവരങ്ങളെല്ലാം കൃത്യമായി നൽകിയിരിക്കുകയാണ്. വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ വാലിഡ് ഡേറ്റ് തുടങ്ങിയ വിവരങ്ങളെല്ലാം കൃത്യമായി നൽകിയിരിക്കുകയാണ്. തുടർന്ന് താഴെ കാണുന്ന ക്യാപ്ച കൂടി കൃത്യമായി എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറച്ച് വിവരങ്ങൾ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആധാർ നമ്പർ പ്രകാരമുള്ള പേര് എങ്ങനെയാണോ, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ, ഈ മൂന്ന് വിവരങ്ങൾ കൃത്യമായി അവിടെ എൻ്റർ ചെയ്ത് നൽകുക. ആധാർ നമ്പറും ആധാർ നമ്പറിലുള്ള പേര് എങ്ങനെയാണോ അതുപോലെ തന്നെയും, അതുപോലെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും അവിടെ കൃത്യമായി എൻ്റർ ചെയ്തിരിക്കുകയാണ്. തുടർന്ന് കുറച്ച് വിവരങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഒരു ഡിക്ലറേഷനാണ്. അത് വായിച്ച ശേഷം താഴെ ഐ അഗ്രി എന്ന് കാണുന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് നൽകിയ ശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു മെസ്സേജാണ് ലഭിച്ചിരിക്കുന്നത്. ദ സെയിം മൊബൈൽ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് ഫോർ ദിസ് വെഹിക്കിൾ നമ്പർ എന്ന് പറഞ്ഞ് നമ്മുടെ വെഹിക്കിൾ നമ്പർ കൂടെ കാണിക്കും. ഓൾറെഡി എൻ്റെ ഫോൺ നമ്പറും RCയും ലിങ്ക് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു മെസ്സേജ് വരുന്നത്. ലിങ്ക് ചെയ്തിട്ടില്ലാത്ത പക്ഷം മൊബൈൽ നമ്പർ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ RCയും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് RCയുമായി ലിങ്ക് ആവുന്നത്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നിർബന്ധമായും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ശേഷം RCയും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സ് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.